ഇനിയൊന്നും ആലോചിക്കാനില്ല ആന്റി. ഇന്നോ നാളെയോ അത് സംഭവിച്ചിരിക്കണം. ഇല്ലെങ്കിൽ പിന്നീട് ഒരിക്കലും അനുപമയെ തോൽപ്പിക്കാൻ ആന്റിക്ക് കഴിയില്ല. ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാ ഹർഷേ? നാളെ പത്രിക സമർപ്പണം നടക്കട്ടെ. അതിനുശേഷം നമ്മൾ അവളെ കുരുക്കിയ അവൾ ഒന്നുകൂടി നാണം കെടുകയല്ലേ ഉള്ളൂ. അവള് കുരുങ്ങില്ല ആന്റി. നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പാർട്ടിക്കാർ എന്തു വില കൊടുത്തും ഏത് കുരുക്കിൽ നിന്നും അവരുടെ സ്ഥാനാർത്ഥിയെ രക്ഷിക്കും. പോകുമ്പോ വല്ല എലിവിഷമോ ചെടിക്ക് തെളിക്കുന്ന കീടനാശിനിയോ മറ്റോ വാങ്ങണം. അതിന്ന് കുറച്ചെടുത്ത് മാറ്റിവെച്ച് അനുപമയുടെ മുറിയിലോ അവളുടെ ഏതെങ്കിലും ബാഗിലോ കൊണ്ടുവയ്ക്കണം. പിന്നെ ആന്റി അവക്കല്ലല്ലോ വിഷം കൊടുക്കുന്നത്. ആഹാരത്തിൽ കലർത്തി സ്വയം കഴിക്കുകയല്ലേ. അല്ല ഹർഷേ, ഞാൻ ഫുഡ് പോയിസൺ സംഭവിച്ച് ആന്റിയെ ഹോസ്പിറ്റലിൽ എത്തിച്ച അവിടുന്ന് ഏതാ പോയിസൺ എന്ന് പറയും. അപ്പോ ആന്റി മൊഴി കൊടുക്കണം. അങ്ങനെ ഒരു സാധനം അനുപമ നേരത്തെ വീട്ടിൽ വാങ്ങിക്കൊണ്ടുവച്ച കാര്യം തനിക്കറിയാമായിരുന്നു. അത് കുറച്ച് വിശ്വസനീയമായ രീതിയിൽ എനിക്ക് പറയാൻ പറ്റും ഹർഷേ. പിന്നെ ഈ അനുപമയെ ചെടിക്ക് തളിക്കാൻ കീടനാശിനി വാങ്ങി വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അവള് ശരിക്കും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് സത്യമോ ഹർഷേ? അത് കൊള്ളാം. പിന്നെ അവള് കീടനാശിനി വാങ്ങിക്കാൻ പോയതിനെ ആ സുമാരിയെ അവള് സാക്ഷിയാ. വീട്ടിൽ വെച്ച് അവളത് ചെടികൾക്ക് തളിക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാം. പിന്നെ എന്ത് ചിന്തിക്കാനാ ആന്റി? ആന്റി നാളെ ഫുഡ് പോയിസൺ ആയിട്ട് ഹോസ്പിറ്റലിൽ എത്തിയ അനുപമയ്ക്ക് നോമിനേഷൻ കൊടുക്കാൻ കഴിയില്ലെന്ന് ഉറപ്പാ. അലം, പക്ഷെ ഇതിപ്പോ ഞങ്ങള് നല്ല രീതിയിൽ പോകുന്നോണ്ട് അനുപമ എനിക്ക് മനഃപൂർവ്വം വിഷം തന്നു എന്ന് പറഞ്ഞാ ആരെങ്കിലും വിശ്വസിക്കോ? വിശ്വസിക്കാവുന്നൊരു വിഷയം ആന്റി ഇന്ന് വീട്ടിലുണ്ടാക്കണം. അത് മാത്രം പോരെ. ആന്റിക്ക് ഫുഡ് പോയിസൺ ഉണ്ടാവേണ്ടത് അനുപമ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ടായിരിക്കണം. ഇതെല്ലാം കൂടെ ഒരുമിച്ച് നടക്കുവോ ഹർഷേ? മനസ്സ് വെച്ചാൽ നടക്കും. എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം ആന്റി. അതുപോലെ ചെയ്ത മാത്രം മതി.